കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നെബിലൂട്ടിയും മിനിയും കുഞ്ഞുമോളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന വിശേഷങ്ങളാണല്ലോ പറഞ്ഞത്. ഇനി നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടുള്ള വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാ പ്രിയ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ പൂളിലുള്ള കളിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി വീട്ടിൽ പോയിട്ട് നമുക്ക് ഫുഡ് കഴിക്കണം കേട്ടോ. പുതിയ സൽക്കാരം തോന്നുന്നു ഗൈസ്. ഇതാണ് നമ്മളെ ചപ്പാത്തി കമ്പനിയിലെ പൊറോട്ട. പൊറോട്ട മാത്രമായി വിചാരിച്ചതാ. പത്തിരി കൂടി എന്നാ പിന്നെ കുറച്ച് കുട്ടികൾക്ക് കുറച്ച് പത്തിരി സൽക്കാരം. അതെ, അല്ലെങ്കിൽ ജാസ്തിക്കൂട്ടി കൊണ്ട് ഇനി പത്തിരി ഉണ്ടാക്കി വെച്ചാൽ മേടിച്ചിട്ടേ പത്തിരി. സൂര്യ കുറച്ച് ബുദ്ധി കളിച്ചിട്ടോ ഗൈസ്. നല്ല ഡിസ്പോസിബിൾ ഗ്ലാസും പാത്രം കറങ്ങിയോളൂ. ബോഡി ലോഷൻ എത്ര എണ്ണം വേണം പറയടി. ഇത്തവണ നോക്കി നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല. കഴിഞ്ഞ തവണ ജാസ്കൂട്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ ചിലത് ഉണ്ടാവില്ല. സുദർശൻ ഞാൻ എല്ലാം കൊടുന്ന് വെച്ചിട്ടും ഇപ്രാവശ്യം എവിടെ അവൾക്ക് തളർത്താൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഇപ്പൊ കുട്ടികൾക്കുള്ള ബാച്ചല്ലേ സുലോ? അന്ന് മിനിയും അവിടെ നിന്ന് കഴിച്ചോടും. ഓ മൈ ഗോഡ്, ഇന്നു ഗൈസ് ഇവിടെ ലക്ഷറി വീട്ടിൽ കളിയില്ല. ഫ്രൂട്ട്സ് ഇന്ന് സൽക്കാരം. പുതിയാപ്പിളല്ലെന്നുള്ളൂ, പുതിയാപ്പിള സൽക്കാരാ. കോഴിയൊക്കെ ഗുമാന്ന് പൊരിച്ചിട്ടിരിക്കുക. കുഞ്ഞുമോൾ അവിടെ പോയി അവൾ കണ്ടില്ലേ? ഇതെന്താ വീട്ടുകാർക്ക് അത് കയറി നിൽക്കേ. ഞങ്ങൾ ഗസ്റ്റുകളൊന്നും ഇരുന്നിട്ടില്ല കേട്ടോ. ബർത്ത്ഡേ കഴിഞ്ഞെന്നുള്ള ബോധം വേണം അവര്. വിഷമത്തന്നെ എല്ലാവരും പൂളിലൊക്കെ കളിച്ച് വന്നിട്ടേ ഭയങ്കര ക്ഷീണത്തിലാണ്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് വിശപ്പുണ്ട് കേട്ടോ. അല്ല, വിശപ്പിനനുസരിച്ച് പൊറോട്ടയും പത്തിരിയൊക്കെ നമ്മൾ കരുതിയിട്ടുണ്ട്. നമ്മൾ ചെയ്തിട്ട് ഇഷ്ടം പോലെ കൊടുത്തയച്ചിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ആ കുഴപ്പങ്ങളൊന്നുമില്ല. ഇന്നിപ്പോൾ രാത്രി മിനിയും മിസൂട്ടിനും തിരിച്ചു പോകും. മിസൂട്ടിക്ക് നാളെ സ്കൂളുള്ള കാരണം കൊണ്ട് പിന്നെ രാവിലെ ഇവിടുന്ന് എഴുന്നേറ്റ് അവിടെ എത്തി സ്കൂളിലേക്ക് പോകുമ്പോൾ നേരം വൈകണ്ടെന്ന് വിചാരിച്ചിട്ട് അവളും കുട്ടിയും ഇന്ന് തിരിച്ചു പോകും. കുഞ്ഞുമോൾക്ക് ക്ലിനിക്കിക്ക് പോകാൻ ഇവിടുന്ന് സുഖമായ കാരണം കൊണ്ട് കുഞ്ഞുമോൾ ഇന്ന് ഇവിടെയാണ് കേട്ടോ സ്റ്റേ ചെയ്യണത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ രാത്രിക്കത്തെ വിശേഷങ്ങൾ കേട്ടോ. രാവിലെ നീറ്റ് അമ്മച്ചി എല്ലാ ഡ്രസ്സുകളും ഇറക്കിക്കൊണ്ടിരിക്കുക. അമ്മച്ചിക്ക് വാഷിംഗ് മെഷീന് എൻ്റെ പോലെ തന്നെ അതെ എൻ്റെ പോലെ തന്നെ എൻ്റെ അമ്മച്ചിക്ക് വാഷ് ചെയ്യാൻ നല്ല ഇഷ്ടമാട്ടോ. പിന്നെ നമ്മൾ വലിയ വാഷിംഗ് മെഷീൻ കേട്ടോ അമ്മച്ചിക്ക് അന്ന് ഇഷ്ടപ്പെട്ടതാ. സുഖമുള്ളൂ അല്ലേ? രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇന്നലത്തെ പൊറോട്ടയും പത്തിരിയും തന്നെയാണ് കേട്ടോ ചൂടാക്കിയിട്ട് കഴിക്കുന്നത്. കാരണം അത്രയും പൊറോട്ടയും പത്തിരിയും ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും പൊറോട്ടയും പത്തിരിയും ഒന്നും കളയാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ഇന്നലെ വൈകുന്നേരം ഉണ്ടാക്കിയ പൊറോട്ടയും പത്തിരിയും ആയിരുന്നു അത് കാരണം കൊണ്ട് പിന്നെ അത് കഴിക്കുന്നതിന് പ്രയാസമൊന്നുമില്ലല്ലോ. അപ്പോൾ ജാസ്മിൻ കുട്ടി നമ്മുടെ ഈ റൈസ് കുക്കറില്ലേ അതിൽ ആവി കയറ്റാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ പൊറോട്ടയും പത്തിരിയും ഒക്കെ ആവി കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ സൂട്ടിന് എന്തൊക്കെയോ കുസൃതിയൊക്കെ അവിടെ കാണിക്കുന്നുണ്ട്. അത് നമ്മൾ ഈ പൊറോട്ട നമ്മൾ ആവി കയറ്റിയിട്ട് നമ്മളത് ചട്ടിയിലിട്ടിട്ട് ചൂടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നുണ്ട്. ഇത് ജാസ്തി കൂട്ടി നമ്മൾ പാക്കറ്റ് പാലുണ്ടാവില്ലേ, ആ പാക്കറ്റ് പാലും പിന്നെ ബൂസ്റ്റും കൂടി, ബൂസ്റ്റെല്ലാം മാൾട്ടോവ അതും കൂടി കലക്കി വെച്ചിട്ട് പിന്നെ അതിലേക്ക് നല്ല ചൂടുവെള്ളം ഒഴിക്കുകയാണ് ഇത് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ പാക്കറ്റ് പാൽ നമുക്ക് കാച്ചിയിട്ട് കുടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ കുട്ടികൾക്ക് രാവിലെ നീട്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കൊടുക്കണമെന്ന് ജാസ്മിക്ക് ഭയങ്കര നിർബന്ധമാണ് കേട്ടോ. ഇവിടെ താഴെ നമ്മൾ സായ്കുട്ടിയും നമ്മളെ മഷും ഒക്കെ നല്ല ഷട്ടിൽ കളിക്കുന്നുണ്ട്. ഇവിടെ ഇവർക്ക് വരുന്നത് എന്താ ഇഷ്ടം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ താഴെ കുറേ കളിക്കാനുള്ള കുട്ടികളെയും കിട്ടും കേട്ടോ. അതും കുട്ടികൾക്ക് ഇങ്ങോട്ട് വരുന്ന ഒരു ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. കണ്ടോ നമ്മൾ മിഠായി ഭരണിയിലാക്കി വെച്ചത് വളരെ നന്നായില്ലേ. ഈ മറ്റേ കുട്ടികൾക്ക് ഇടക്കും തലക്കും വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണം തോന്നുമ്പോൾ ഒരു മധുരം ഉണ്ടാവുമല്ലോ അങ്ങനെ. അപ്പോൾ നമ്മൾ കുഞ്ഞുമോളും ഒക്കെ നെബിലൂട്ടിയും ഒക്കെ എഴുന്നേറ്റുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ചായ കുടിക്കുകയാണ് കേട്ടോ. കുഞ്ഞുമോൾക്ക് ക്ലിനിക്കിലേക്ക് പോകാൻ സമയമായിട്ടുണ്ടല്ലോ. കുഞ്ചൂസിൻ്റെ പാൻറ്റൊക്കെ ഒന്ന് അയൺ ചെയ്യട്ടെ. ഇനി കല്യാണം കഴിഞ്ഞപ്പോഴേ അവൾ 7ാം ക്ലാസ്സിലായിരുന്നു കേട്ടോ. അവൾ 7ാം ക്ലാസ് മുതൽ +2 വരെ അവളെ യൂണിഫോം ഇതുപോലെ ഞാനാണ് അയൺ ചെയ്തിരുന്നത്. ഇന്നില്ല, ഇപ്പൊ അല്ലല്ലോ. ഇപ്പൊ കുറെ കാലത്തിന് ശേഷം അയൺ ചെയ്യുമ്പോൾ ഞാൻ ഓർക്കുക, ശരി അവള് സ്കൂളിൽ പോകുമ്പോൾ പണ്ട് ഞാനാണല്ലോ അയൺ ചെയ്ത്. അന്ന് ഞാൻ മാത്രമല്ലേ ഉള്ളൂ മരുമോള്. അപ്പൊ ഞാൻ തന്നെയാണ് അയൺ ചെയ്ത് കൊടുത്തത്.
പിന്നെ ചെറിയത് ഞാൻ ആസ് യൂഷ്വൽ ബാക്കി ജോലികൾ ഇനിമോൾ ഏറ്റെടുത്ത് നടത്തുകയാണ്. ഇനിമോൾ ദോശ പറ്റുന്ന ജോലി കഴിക്കാം. ഇത് ഞാൻ ഇനിമോളത്ത് നമ്മുടെ ഫ്രിഡ്ജിൽ ദോശമാവ് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ദോശയും കൂടി ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. കാരണം എല്ലാം ഇന്നലത്തെ ആക്കണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു 2-3 ദോശയും കൂടി ചുട്ടു വെക്കും. ഇനിമോൾക്ക് ക്ലിനിക്കിലേക്ക് ഫുഡ് കൊണ്ടുപോകാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനിമോൾ. ഇവിടെ എല്ലാം ഡ്യൂട്ടി ആയിട്ട് എടുക്കും ഇനിയോ എല്ലാം പോകും. കിച്ചണാകെ പരന്ന് നടക്കണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം. അതിന്റെ കറിയല്ലോ നോ ക്ലീനിങ് അല്ലേ. പുകൂരി കളിക്കാൻ ഡോക്ടർ കുട്ടി കുഞ്ഞുമോള് നമുക്ക് നമ്മളെ സ്വന്തം സിസ്റ്ററായിട്ടാണ് തോന്നുക കേട്ടോ. അതല്ലാണ്ട് നെബിലൂട്ടർ നാത്തൂനാണ് എന്നുള്ളൊരു ഒരു ഫീല് കുഞ്ഞുമോളത്ത് തോന്നില്ല. അവൾക്ക് നമ്മളത്തും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മളെ സ്വന്തമായിട്ടാണ് അവൾ കാണുന്നത്. നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ കഴിഞ്ഞ് ഇനി നമ്മൾ ലഞ്ച് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം ജാസിക്കുട്ടിക്ക് വേണ്ടി ഞാൻ കിച്ചൺ നന്നായി കൊണ്ടിരിക്കുകയാണ്. കുറേ ദിവസമായിട്ട് യാത്രകളും ഒക്കെ ഇരുന്ന് ഒന്നും എഡിറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ കുത്തിരുന്നൊന്ന് എഡിറ്റ് ചെയ്യാ ചെറുതായിട്ട്. എന്റെ ഫേവറേറ്റ് പ്ലേസ് ആണ് കിച്ചന്റെ സ്ലാബ്. എന്നും എന്റെ വീക്ക്നെസ് ആണ്. ഇനി നെബിലൂട്ടി കിച്ചണിൽ ജോലിയൊന്നും ചെയ്യാതെ അവിടെ വന്നിട്ട് ഫോണിൽ കളിക്കുകയാണോ എന്ന് കമൻറ്റ് ഇടുന്നവർക്ക് വേണ്ടിയിട്ട് പറയണതാണ് കേട്ടോ. നെബിലൂട്ടി എന്ന് പറയുന്നത് ഞങ്ങൾ ചെറിയ അനിയത്തിയാണ്. ഞങ്ങൾ എല്ലാവരും അവളെ ട്രീറ്റ് ചെയ്യണത് ഞങ്ങൾക്കുണ്ടായ ഒരു ചെറിയ കുട്ടറ് പോലെയാണ്. അത് ഇനിയിപ്പോൾ അവൾക്ക് എത്ര പ്രായമായിട്ടുണ്ടെങ്കിലും അത് അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഉച്ചക്കത്തെ ഫുഡിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ ഫുഡ് പ്രോസസ്സർ വീഡിയോയിൽ കാണിക്കുമ്പോഴേ ജാസ്മിൻ കുട്ടി എപ്പോഴും പറയും ഇതെങ്ങനെയാണ് എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ആളിന്ന് ഫുഡ് പ്രോസസ്സറിൽ നല്ല സവാളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് കുക്കുമ്പറൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ കുക്കുമ്പറും എടുത്ത് വെട്ടി. കാരണം അവൾക്ക് സവാള മാത്രം ഫുഡ് പ്രോസസ്സറിലേ അത് ചെയ്തിട്ട് ആ ഒരു രസം കാരണം കൊണ്ടാണ് കുക്കുമ്പറൊക്കെ വെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ടോ. നമുക്കിന്ന് ഉച്ചയ്ക്ക് ശരീരത്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബിരിയാണി വെക്കാനുള്ള പ്രിപ്പറേഷനാണ് ഇപ്പോൾ കിച്ചണിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയോ ഇനി എങ്ങോട്ടാ പോകുന്നത്? ഞാൻ എൻ്റെ +2 സർട്ടിഫിക്കറ്റ് കോളേജിൽ നിന്ന് മേടിക്കാണ്. എന്തായാലും ഞാൻ നാളെ മറ്റന്നാൾ കോളേജിൽ പോകുന്നത് തോന്നുന്നില്ല. അല്ല ഇന്നും നാളെ ഇന്ന് തോന്നിയിട്ട് കാര്യമില്ലല്ലോ, കഴിഞ്ഞില്ലേ. നാളെ ഞാൻ കോളേജിൽ പോകുന്നു തോന്നുന്നില്ല. അപ്പോൾ സർട്ടിഫിക്കറ്റ് മേടിച്ച് വരുന്ന ആവശ്യമുണ്ട് ഇന്റർവ്യൂവിന് പോകാൻ വേണ്ടി. അപ്പോൾ അതിന് വേണ്ടി പോകുന്നു. ഇനിമോളെ ഇവിടെ വന്നോ എന്തായാലും മുഖത്ത് ഇങ്ങനെ വലിയൊരു കുരു. അത് ഇന്റർവ്യൂവിന്റെ സമയത്ത് തന്നെ വന്നിക്കണം. പൊട്ടിക്കണം. കുട്ടികളിവിടെ പലതരം കളികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടുക്കളയിലാണെങ്കിൽ ജാസ്മിൻകുട്ടി ബിരിയാണീൻ്റെ അവസാനത്തെ മിനുക്ക് പണിയിലാണ്. ഞാൻ അസിസ്റ്റൻ്റായിട്ട് ജാസ്മിൻകുട്ടി പിന്നാലെ നടക്കുകയാണ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ജാസ്മിൻകുട്ടിയുടെ പോലത്തെ ഒരു ഗസ്റ്റ് നമ്മൾ വീട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര വിരുന്നുകാരി വിളിക്കാം, ഒരു പ്രശ്നമില്ല. ആൾക്ക് ഇന്ന കിച്ചൺ വേണം. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇന്ന കിച്ചണിലല്ലാണ്ട് കുക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ആൾക്ക് മാതിരി ഒരു പ്രശ്നമല്ല കേട്ടോ. ആൾ എവിടെയും ഓക്കെയാണ്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 2-3 മണിയായിട്ടുണ്ട്. അപ്പോഴാണ് ശരീരത്തെ വന്നത്. ശരീരത്തൊക്കെ അവിടെ കുറച്ച് ജോലികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തീർത്തിട്ടാണ് ആള് വന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ യാമിക്കുട്ടി വന്നിട്ടുണ്ട് കേട്ടോ. യാമിക്കുട്ടി അടുത്തേക്ക് മാത്രമേ വരുള്ളൂ. ഞാൻ വേഗം പോകുന്നത്. ഹലോ. യാമിക്കുട്ടിനെ കാണുമ്പോൾ എപ്പോഴും ഒരു പുതുമയാണ് കേട്ടോ. അവളെ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ അടുത്ത തവണ കാണുമ്പോൾ എന്തോ അവളെ കാണുമ്പോൾ ഒരു പുതുമയാണ്. പക്ഷേ ശരീരത്തെ ആണെങ്കിലും അവളെ കൊണ്ടു നടക്കുന്നതും അങ്ങനെ തന്നെ. നല്ല ഉടുപ്പൊക്കെ ഇട്ട് എപ്പോഴും മുടി കെട്ടി നല്ല ടിപ്പ് ടോപ്പൊക്കെ ഇട്ട്. അല്ല അതുകൊണ്ടല്ല കേട്ടോ പുതുമ തോന്നുന്നത്. കാരണം ഇത് പ്രതീക്ഷിക്കാതെ ഉണ്ടായൊരു കുട്ടിയല്ലേ. അതിൻ്റെ ഒരു പുതുമ ഞങ്ങൾക്ക് എല്ലാവർക്കും അവളെ കാണുമ്പോഴുണ്ട്. പിന്നെ നമ്മുടെ ഷെഫ് മോൻ്റെ നിശ്ചയത്തിന് പോകുമ്പോൾ ആൾ കുറച്ച് ഉടക്കിലായിരുന്നു. നമ്മളൊന്നും എടുക്കാനും വിളിച്ചിട്ടൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ആൾക്ക് പനിയും ഒക്കെ മാറിയ അവസരവും പനിയും ഒക്കെ അല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ആൾ നല്ല ഡീസൻ്റ് ആയിക്കണം കേട്ടോ. അസുഖം മാറിയപ്പോൾ മൂപ്പര് നല്ല ഡീസൻ്റാണ്. എല്ലായിടത്തേക്കും പോകുന്നുണ്ട്, വരുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. ഒരു അങ്കലാപ്പൊക്കെ ഉണ്ട് ആൾക്ക്. പക്ഷേ അവൾക്ക് എന്തോ ഞങ്ങളെ കണ്ട് പരിചയം അയക്കണം തോന്നുന്നു. ഇപ്പോൾ ഇത് നമ്മളെ ഫാമിലിത്തെ ആൾക്കാർ തന്നെയാണ് എന്നുള്ളൊരു ബോധം ആൾക്ക് വന്നിട്ട് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ആൾ വഴക്കൊന്നുമില്ല. എല്ലായിടത്തും നല്ല കൂട്ടായിട്ട് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. ശരീരത്തെ വരുന്ന വഴിക്ക് ആ ചെടികളൊക്കെ ഒന്ന് നോക്കി വിലയിരുത്തിയിട്ടൊക്കെയാണ് കേട്ടോ വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വിരുന്ന് വന്നപ്പോൾ ശൈര്യത്തെയും ഷെഫ് മോനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് അളിയനും കൂടെ ഉണ്ട്. അളിയൻ ഇവിടെ ആദ്യമായിട്ടാണ് കേട്ടോ സ്റ്റേ ചെയ്യാൻ വരുന്നത്. ഹായ് പറഞ്ഞ യാമിക്കുട്ടി. ഹായ്.
ഞങ്ങളമ്മ 5 കുട്ടികളെ പ്രസവിച്ച കാരണം കൊണ്ട് ഞങ്ങൾക്ക് വിരുന്ന് വരാനും പോവാനും കാണാനും കുറേ ആൾക്കാരുണ്ട്. പിന്നെ ഞങ്ങൾക്കൊക്കെ ഈ 2-3 കുട്ടികളും ഉള്ള കാരണം കൊണ്ട് കുറേ ആളുകളുണ്ടല്ലോ ഞങ്ങളുടെ ഫാമിലിയിൽ. ഇനിയിപ്പോൾ ഞാൻ ആലോചിക്കും ഇന്നുമോളൊക്കെ വലുതാവുന്ന സമയത്ത് അവൾക്കിപ്പോൾ ആകെ ഒരു സായിക്കുട്ടി ഉണ്ടാവും. സായിക്കുട്ടീനെ കണ്ടാലായി അങ്ങനെ ആയിരിക്കുമല്ലോ. അതായത് ഫാമിലി മെമ്പേഴ്സ് കൂടുമ്പോഴും ഒരു രസമാണ് കേട്ടോ. എൻ്റെ അടുത്ത് നമ്മളെ വീഡിയോ കാണുന്ന നമ്മളെ കൂട്ടുകാരും പറയും, എൻ്റെ അടുത്ത ഫ്രണ്ട്സുകളും ഒക്കെ പറയും, നിങ്ങളെ വീട്ടിൽ ഭയങ്കര രസമാണല്ലോ കുറേ പേരുള്ള കാരണം കൊണ്ടെന്ന്. അത് എൻ്റെ അമ്മച്ചിൻ്റെ വീട്ടിൽ ഒരു ആങ്ങളെ മാത്രമേ എൻ്റെ അമ്മച്ചിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അമ്മച്ചി പണ്ട് വിചാരിച്ചിരുന്നു ഇത്രേ അമ്മച്ചിക്ക് കുറേ കുട്ടികളൊക്കെ വേണം. അതായത് അമ്മച്ചി വീട്ടിൽ പോകുമ്പോൾ അമ്മച്ചിക്ക് അങ്ങനെ ആരും ഉണ്ടാവില്ലല്ലോ. അത് കാരണം കൊണ്ട് അങ്ങനെ അമ്മച്ചി ഉണ്ടാക്കിയതാണ് അത്രേ ഞങ്ങൾ 5 പേരെ. എന്തായാലും അത്ര പേരെ അമ്മ ഉണ്ടാക്കിയ കാരണം കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും വിരുന്ന് വരാനും നിൽക്കാനും കുറേ ആളുകളായി കേട്ടോ. അപ്പോൾ നമ്മൾ ഉച്ച സമയമായി എല്ലാവരും വിശന്നിട്ട് ആകെ പൊരിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളെ ജാസ്മിൻകുട്ടിയെ ഒന്നും പറയാനില്ലാത്ത ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഭക്ഷണം കഴിച്ച് ചെറുതായിട്ടൊന്ന് മയങ്ങി വീട്ടിൽ നമ്മളെല്ലാവരും കൂടെ സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടുക. നമ്മുടെ സ്വിമ്മിംഗ് പൂളിൽ വരുന്നുണ്ട്. എല്ലാവരും കൂടി സ്വിമ്മിംഗ് പൂളിൽ ചാടും. അവിടെ ജിമ്മത്തെ ആൾക്കാരൊക്കെ ഒന്ന് പേടിക്കുന്നു. അങ്ങനെ നമ്മൾ ഇന്നും സ്വിമ്മിംഗ് പൂളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തള്ളാരും പിള്ളേരും എല്ലാവരും സ്വിമ്മിംഗ് പൂളിൽ ഒക്കെ കളിച്ചു. ഞാൻ ആ വീഡിയോ അധികം എടുത്തിട്ടില്ല, കമൻറ്റ് ബോക്സ് ഓഫായി പോകും, അതുകൊണ്ട് പേടിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ പിന്നെ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് വന്നപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര വിശപ്പ്. അപ്പോൾ ജാസ്മിൻ കുട്ടി എല്ലാവർക്കും നമ്മൾ ഉച്ചക്ക് ഉണ്ടായിരുന്ന ബിരിയാണി ഒക്കെ കൊടുത്തു കേട്ടോ. രാത്രി നമുക്ക് ബ്രോസ്റ്റ് വാങ്ങിക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ കുട്ടികൾക്ക് വിശപ്പ് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് കുട്ടികളെ എടുത്ത് ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ നബിലൂട്ടി യാമിക്കുട്ടിനെയും എടുത്ത് നല്ല കളികളിലാണ്. മറ്റേ എൻ്റെ ഈ ഡ്രസ്സ് നബിലൂട്ടിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത്രേ. അതാണ് അത്ര നബിലൂട്ടി ഈ ഡ്രസ്സ് ഇട്ടത്. അത് കേട്ടപ്പോഴേക്കും ഭയങ്കര സന്തോഷമായിട്ടോ. ഓക്കെ, നബിലൂട്ടിക്ക് എൻ്റെ ഒരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ടല്ലോ, വാവ് അത് നല്ല അടിപൊളിയാണ്. അപ്പോൾ എനിക്കും ആ ഡ്രസ്സിനോടൊരു സ്നേഹം തോന്നി കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും വന്നതല്ല, ഇനി എല്ലാവർക്കും ചായ കൊടുക്കണം. നമ്മൾ 3 തരം സംഭവങ്ങൾ ഉണ്ടാക്കണം കേട്ടോ. ഒന്ന് കട്ടൻ ചായ, ഒന്ന് പാൽ ചായ, പിന്നെ കുട്ടികൾക്കൊക്കെ മാൾട്ടോവയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ റിച്ച്നെസ്സിന് ഒട്ടും ഒരു കുറവ് വരുത്തരുത്. ഈ വാപ്പാക്കും അളിയനക്കും എനിക്കും ഒക്കെ കട്ടൻ ചായയാണ് താല്പര്യം കേട്ടോ. പക്ഷേ നിബ്ലൂട്ടിക്ക് മറ്റേ പാൽ ചായ തന്നെ മസ്റ്റായിട്ട് വേണം പറഞ്ഞു. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ 3 തരം ചായകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ കഴിക്കാൻ ഈ കേക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് മിക്സ്ചർ ഉണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ ചായ കൂടി എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ബ്രോസ്റ്റ് വന്നു. അപ്പോൾ വീണ്ടും കുട്ടികൾ ബിരിയാണി കഴിച്ച കുട്ടികളൊക്കെ ബ്രോസ്റ്റ് എടുത്തിട്ട് കഴിക്കാൻ തുടങ്ങി. പക്ഷേ കുറേ ബ്രോസ്റ്റ് കുറച്ചൊക്കെ ഒന്ന് ബാക്കിയായി കേട്ടോ. കാരണം കുട്ടികൾ ബിരിയാണി കഴിച്ച കാരണം കൊണ്ടേ കുട്ടികൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വിശന്നിട്ടുണ്ടായിരുന്നില്ല. ഹാപ്പി ന്യൂ ഇയർ കേക്കുമായി ഇന്നുമോൾ രംഗത്ത് പറയും. ശരിക്കും നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് December 31 കേട്ടോ. നമ്മൾ ന്യൂ ഇയർ ആയിട്ട് ഒരു ചെറിയൊരു കേക്ക് കട്ട് ചെയ്യാന്നുള്ള ഒരു പ്ലാനും കൂടി നമുക്ക് ഉണ്ടായിരുന്നു കേട്ടോ. എന്താ കുട്ടിയെ പിന്നെ നിനക്ക് വേണ്ടത്? പിന്നെ നിനക്ക് വേണ്ടത്? ഓക്കെ, ഞാൻ കേക്ക് കൊണ്ട് കഴിക്കൂല, അവനെ പോയിക്കാത്ത. Happy New Year to all. Ready, 1, 2, 3, start. Happy New Year to all. Happy New Year. അങ്ങനെ 2024 കഴിഞ്ഞു, 2025 വന്നു. എന്തായാലും 2024 ഒരു സംഭവബഹുലമായ ഒരു വർഷം തന്നെ ആയിരുന്നു കേട്ടോ. എന്നെ സംബന്ധിച്ച് എനിക്ക് കഴിഞ്ഞ വർഷം ഒരുപാട് ദുഃഖങ്ങളുണ്ടായി, അതിലേറെ സന്തോഷമുണ്ടായി, കുറേ നഷ്ടങ്ങളുണ്ടായി. ഓക്കെ, അതൊന്നും എന്നെ ഇപ്പോൾ ബാധിക്കുന്ന വിഷയം തന്നെ അല്ല കേട്ടോ. കാരണം ഞാനിത് ഒരുപാട് കാലം ആലോചിച്ചെടുത്ത തീരുമാനമാണ്. അത് നടപ്പിലാക്കാൻ എനിക്ക് കഴിഞ്ഞ വർഷമാണ് പറ്റിയത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ വർഷം എന്നെ സംബന്ധിച്ച് ഞാൻ സക്സസ് ആയൊരു വർഷം തന്നെയാണ് കേട്ടോ. അൽഹംദുലില്ലാഹ്, എനിക്കിത് നല്ലപോലെ നിലനിർത്തി തരണേ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ പഠിച്ചവൻ്റെ അടുത്ത്.
അങ്ങനെ നമ്മൾ ന്യൂ ഇയർ ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ. നമ്മളിന്ന് ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ പട്ടാമ്പി വീട്ടിൽ നമ്മളെല്ലാവരും വരുമ്പോൾ വീട്ടിൽ പുട്ടുണ്ടാക്കുന്നത് പോലെ ഞാൻ ഇവിടെ നമുക്ക് ഗസ്റ്റുകളുണ്ട് എന്ന് കണ്ടാൽ ഞാൻ അപ്പം അരി ഉഴുന്നെടുത്ത് വെള്ളത്തിലിടും കേട്ടോ. നമുക്ക് പുട്ട് പോലെ തന്നെ ഇഡ്ഡലിയും കുറച്ച് ഈസിയായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് മെത്തേഡാണല്ലോ. പിന്നെ നമുക്ക് നെയ് റോസ്റ്റ് ഉണ്ടാക്കാമല്ലോ. എന്നാൽ ഒരു റിച്ച്നെസ് ഉണ്ടാവുകയും ചെയ്യും. നമ്മൾ റിച്ച്നെസ് വിട്ടിട്ടൊരു കളിയില്ലല്ലോ. ഇവിടെ ജാസ്മിൻ കുട്ടി ചട്നിക്ക് വേണ്ടിയിട്ട് ഉണക്കമുളക്, നല്ല ഉണക്കമുളക് കണ്ടെത്തുന്ന തിരക്കിലാണ് കേട്ടോ. നമ്മൾ ഉണക്കമുളകൊക്കെ കേട് വന്ന് നിൽക്കണം. ഇനി പുതിയ മുളക് വാങ്ങിക്കണം. പിന്നെ നമ്മൾ കുറച്ച് മുട്ട കൂടി പുഴുങ്ങുമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ കുറേ മെമ്പേഴ്സ് ഇല്ലേ, അപ്പോൾ ഇഡ്ഡലി അത്രത്തോളം തികയൊന്നും എനിക്ക് ഭയങ്കര ടെൻഷന്. അപ്പോൾ നമ്മൾ കുറച്ച് മുട്ട പുഴുങ്ങാം എന്ന് വെച്ചിട്ടു. ഇന്നിമോൾ ഇന്നലെ രാത്രി കിടന്നുറങ്ങിയ സംഭവങ്ങളൊക്കെ മടക്കി വെക്കുന്ന തിരക്കിലാണ് കേട്ടോ. ഇവിടെ ഇമ്മച്ചി വരുമ്പോഴും ശരീരത്ത് വരുമ്പോഴും പില്ലോസും കംഫർട്ടും ഒക്കെ കൊടുത്തിരുന്നു കേട്ടോ. കാരണം നമുക്ക് അത്രക്ക് ബെഡും കാര്യങ്ങളൊന്നും ഇല്ലാത്തതല്ലേ. അപ്പോൾ വിരുന്ന് വരുന്ന എല്ലാവരും കംഫർട്ടും കൊണ്ടുവരും, പില്ലോയും കൊണ്ടുവരും. അപ്പോൾ നമുക്ക് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. രാവിലെ ദോശ ഉണ്ടാക്കിയപ്പോൾ ഒരു കരിഞ്ഞ ദോശ ഉണ്ടായിരുന്നു. അപ്പോൾ ജാസ്മിൻ കുട്ടിക്ക് വിശക്കുന്നുണ്ടത്ര. അപ്പോൾ ചട്നിയും കൂട്ടിയിട്ട് ജാസ്മിൻ കുട്ടി കരിഞ്ഞ ദോശ കഴിക്കുന്ന തിരക്കിലാണ്. ഇവിടെ നിബ്ലൂട്ടി ഇന്നിമോൾക്ക് ഇൻ്റർവ്യൂ പോകാനുള്ള മേക്കപ്പ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ജാസ്മിൻകുട്ടി മാത്രമൊന്നുമല്ല കേട്ടോ, ഷായും കുക്കിംഗ് ഒക്കെ ചെയ്യുവേ. ഞാൻ പൊതുവേ എവിടെ പോയാലും ജാസ്മിൻ കുട്ടി അടുക്കള കയ്യാറില്ല. അതെ, അങ്ങനത്തെ സ്വഭാവമില്ല, വയ്ക്കൂല അങ്ങനെ. ഇപ്പൊ കണ്ടില്ലേ അടുക്കള കയറിയിട്ട് വെരി കോൺസെൻട്രേറ്റഡ്. ഇതൊക്കെ കൊണ്ട് വെച്ചിട്ടൊക്കെ നടന്നിട്ട് ഇങ്ങോട്ട് വന്നൂടെ, ബാ ആമക്കുട്ടി വന്നേ, ഇങ്ങോട്ട് വന്നേ, വരീം ഇങ്ങോട്ട് വരീം, വാ. ഇതാരും പുതിയ നിനക്ക് വിരുദ് വന്ന് ഇഷ്ടപ്പെട്ടോ? ഞാൻ വരുള്ളൂ കേട്ടോ. അല്ലോ ഈസോട്ടാ, നിനക്ക് വിരുദ് വന്നൊക്കെ ഇഷ്ടപ്പെട്ടാണോ? ഇനി വരില്ലേ നീ? അത് കേട്ടോ അവർ വരില്ലേ. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ സെറ്റായിട്ടുണ്ട്. മുട്ട പുഴുങ്ങിയത്, ഇഡ്ഡലി, പിന്നെ ദോശ, ചട്നി, പാൽച്ചായ, അങ്ങനെ അതൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എല്ലാവരും കഴിച്ചിട്ട് എല്ലാവരും മടങ്ങി പോകാനുള്ള തിരക്കിലാണ് കേട്ടോ. യാമിക്കുട്ടി നേരത്തെ കാലത്ത് എഴുന്നേറ്റ കാരണം കൊണ്ട് ആൾക്ക് ചെറുതായിട്ടൊരു ഉറക്ക ക്ഷീണമുണ്ട്. പക്ഷെ ഉറങ്ങുന്നൊന്നുമില്ല. ഞാൻ വെറുതെ ഇങ്ങനെ തോളത്തിട്ട് നടക്കുകയാണ് കേട്ടോ. ഇനി എന്നോളെ കാണാൻ പറ്റുകയെന്ന് അറിയില്ലല്ലോ. ഞങ്ങളെ കൂടെ കഴിഞ്ഞമാതിരി ഞങ്ങള് ഏകദേശം ഒക്കെ തീരുമാനമാക്കി തന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പോരായ്മകൾ പറയണം. അടുത്ത വിരുന്നുകാർക്കെല്ലാം ഒന്നുകൂടി ഇതിനേക്കാളും പൊളിച്ചടക്കി തരണം. അങ്ങനെ നമ്മൾ വിരുന്നെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും തിരിച്ചു പോകുന്ന തിരക്കിലാണ് കേട്ടോ. ഇതിൽ നമ്മൾ നെജി മാത്രം മിസ്സിങ് ആണ്. നമ്മൾ സിനോള് പ്രസവിച്ച് കിടക്കുകയല്ല എങ്കിലും കൂടെ പ്രസവിച്ച് ചെറിയ കുട്ടിയൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ ഇത്രയും ആളുകളുണ്ടാകുമ്പോൾ കുട്ടിക്കും ഒക്കെ ഒരു മാനേജ് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കില്ലേ. ഇനി നെജിനെ മാത്രം ഒറ്റയ്ക്ക് വിളിക്കണം. സിനിമകളും ഞാൻ ഇങ്ങോട്ട് കൊടുത്തിട്ടില്ല. എനിക്ക് സിനിമകളും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ സിനിമകൾ മാത്രമാണ് ഇങ്ങോട്ട് വരാത്തത് കേട്ടോ. അങ്ങനെ എല്ലാവരും തിരിച്ച് പോവുകയാണ്. ശരിക്കും ഒരു 2-3 ദിവസമായിട്ട് കുറേ ആളുകളുള്ള കാരണം കൊണ്ട് എല്ലാവരും അവിടെ പോവാന്ന് കേൾക്കുമ്പോൾ എനിക്കൊരു ഭയങ്കര ഒരു വിഷമം തോന്നുന്നുണ്ട്. പണ്ട് ഷാ പറയുമായിരുന്നു, നമ്മൾ തൂതക്ക് വരുമ്പോൾ തിരിച്ചു പോകുമ്പോൾ ഇനി 2 ദിവസം മോൾക്ക് ഒന്നും ചെയ്യാൻ വയ്ക്കുക, അതൊരു ഇടങ്ങറായിരിക്കും. ആ ഇടങ്ങറ് തന്നെയാണോ എനിക്കും മോര് പോയി കഴിഞ്ഞിട്ട് എനിക്കും ഫീലായത്. അപ്പോൾ ഇത്രയാണ് നമ്മളെ ഇന്നത്തെ വിരുന്നുകാർ വന്ന വിശേഷങ്ങൾ കേട്ടോ. ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത പുതിയ വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോയുമായി ഞാൻ ഉടനെ വരാം. അതുവരെ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.